പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല മാസത്തിന്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുക. സ്വർഗത്തിന്റെ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരമ്മയുടെ ആദ്യകാലത്തിന്റെ വിളിച്ചു പറയൽ കേൾക്കണം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. സ്വർഗത്തിൻ്റെ കോണിപ്പടികൾ ചവിട്ടിക്കയറാനും അവിടെ ത്രിയേക ദൈവത്താൽ മുടിധരിപ്പിക്കപ്പെടാനുമൊക്കെ അമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചതിൻ്റെ കാരണം ഈ ഒരു താഴ്മയായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, ഞാൻ നിന്റെ ദാസിയാണ്, നിന്റെ മുൻപിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവളാണ്, നിന്നോട് നേരെ നിന്ന് സംസാരിക്കാനായിട്ട് അർഹതയില്ലാത്തവളാണ്, നിന്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ, എൻ്റെ അല്ല. ഉയർത്തപ്പെടുന്നത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട്. ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതാണ്. മറ്റുള്ളവരെ കുറ്റം പറയുന്ന ചുങ്കക്കാരൻ്റെയും ഫരിസയൻ്റെയും നിയമജ്ഞൻ്റെയും ഒക്കെ കാര്യമൊക്കെ വിട്, ചുങ്കക്കാരനെ മാത്രം എടുക്കുക, ആ ചുങ്കക്കാരനെ മാത്രം എടുക്കുക. കർത്താവെ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവമഹത്വത്തിൻ്റെ മുൻപിൽ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് വചനം പറയണ കാര്യം ഇതാണ്. അവൻ ആ ഫരിസേയനേക്കാൾ നീതിമാനായി വീട്ടിലേക്ക് മടങ്ങി. കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്ന, പാപിയാണെന്ന് ഏറ്റുപറയുന്ന ഒരു മനുഷ്യൻ. സ്വർഗത്തിലേക്കുള്ള വഴിയുടെ ആദ്യത്തെ ചുവടുവയ്പ്പിൻ്റെ പേരാണ് ഈ ഏറ്റുപറച്ചിൽ. കർത്താവെ, ഞാൻ പാപിയാണെന്നുള്ള ഏറ്റുപറച്ചിൽ. ഒന്നാമത്തെ വായന നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. ഒരിക്കലും അവഗണിക്കാത്ത വിധത്തിൽ, കാരണം വേറൊരാൾ ആശ്രയമില്ലാത്ത വിധത്തിൽ അവർ കർത്താവിൻ്റെ മുൻപിൽ വന്ന് തങ്ങളുടെ കുറവുകൾ ഓർത്ത്, തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പാപങ്ങളെയും ഓർത്ത് കർത്താവിനോട് മാപ്പ് ചോദിച്ചിട്ടാണ് ഈ പ്രാർത്ഥന ജീവിതം സമർപ്പിക്കണേ. കർത്താവ്, ഞങ്ങൾക്കറിയാം അങ്ങയുടെ മുൻപിൽ വന്ന് നിൽക്കാനായിട്ട് യോഗ്യതയില്ലെന്നറിയാം. ഒരുപാട് തെറ്റുകളും ഇടർച്ചകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ട് തമ്പുരാനെ. ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ യോഗ്യതയില്ല. പക്ഷേ അങ്ങ് കനിയാതെ എങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണേ? കർത്താവെ, പാപങ്ങളെല്ലാം അങ്ങ് ഓർത്തിരുന്നാൽ ആർക്ക് രക്ഷയുണ്ടാകുമെന്നുള്ള സങ്കീർത്തകൻ്റെ നിലവിളിയുണ്ടല്ലോ, അതേ നിലവിളിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അതിനുള്ള റെസ്പോൺസാണ് നമ്മൾ കാണുന്നത്. ആ ഫരിസേയനേക്കാൾ നീതിമാനായി ചുങ്കക്കാരൻ വീട്ടിലേക്ക് മടങ്ങി. പിതാവേ, നിനക്കെതിരായും ഈ സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു. നിന്റെ മകനെന്ന് ഗണിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസരിലൊരുവനായി എന്നെ കണക്കാക്കിയാൽ മതി. അസംഖ്യം ദാസന്മാരിൽ ഒരാളായിട്ട് മാത്രം എന്നെ കണക്കാക്കിയാൽ മതി എന്ന് പറയുന്ന ഒരുവൻ്റെ മുൻപിൽ നിരന്നിരിക്കുന്ന വിഭവസമൃദ്ധമായ വിരുന്നുമേശ കാണണം. അവന് വേണ്ടി ഒരുക്കപ്പെടുന്ന വിഭവസമൃദ്ധമായിട്ടുള്ള വിരുന്ന് കാണണം. അവന് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന പുതിയ വസ്ത്രങ്ങൾ കാണണം. അവൻ്റെ വിരലിൽ അണിയിച്ചു കൊടുക്കുന്ന മോതിരങ്ങൾ കാണണം. പുതിയതായി ഒരുക്കിയെടുത്തിട്ടുള്ള ചെരുപ്പുകൾ കാണണം. ഒറ്റ കാര്യം, കർത്താവെ, ഞാൻ പാപിയാണെന്നുള്ള ഏറ്റുപറച്ചിൽ. അവിടുത്തെ പരമപരിശുദ്ധിയുടെ മുൻപിൽ നിൽക്കാനായിട്ട് എനിക്ക് ഈ പാപം നിറഞ്ഞ ജീവിതത്തിന് യോഗ്യതയില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള നിലവിളി നമ്മളെ സ്വർഗത്തോളം എത്തിക്കും. അവൻ്റെ കൂടെ ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കാനും മാത്രമുള്ള കൃപയിലേക്ക് അവിടുന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. കർത്താവെ, ഞങ്ങൾ ഏറ്റുപറയാണ് ഞങ്ങളുടെ കുറവുകളെക്കുറിച്ച്. പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള ഞങ്ങളുടെ ഇടർച്ചകളെക്കുറിച്ച് ബോധ്യത്തോടുകൂടി അങ്ങയുടെ പരിശുദ്ധിയുടെ മുൻപിൽ, അങ്ങയുടെ മഹത്വത്തിന് മുൻപിൽ മുഖം മറച്ച് നിൽക്കുന്ന മോശയെ കണക്ക് ഞങ്ങൾ നിൽക്കുകയാണ്. കർത്താവിൻ്റെ തിരുമുൻപിൽ ഏറ്റവും എളിമയോടുകൂടെ നിന്ന ഈ മനുഷ്യൻ്റെ മുൻപിൽ തമ്പുരാൻ ഒരു സ്നേഹിതനെ കണക്ക് പ്രത്യക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ കാണും. വചനം പറയണ കാര്യം അതാണ്. ഒരു സ്നേഹിതനോടെന്ന കണക്ക് കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. തമ്പുരാനെ, ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങേ തിരുമുൻപിൽ അങ്ങയെ വണങ്ങി ഞങ്ങളുടെ പാപങ്ങളോർത്ത് അങ്ങയുടെ മഹത്വത്തെ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ മനുഷ്യരിലേക്ക്, ഈ മക്കളിലേക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന്
മരണത്തോളം, കുരിശു മരണത്തോളം കീഴ്വഴങ്ങി. അതിനാൽ ഈ ലോകത്തെ സകല ജനങ്ങൾക്കും മീതെയുള്ള മഹത്വം അവിടുന്ന് അവിടത്തേക്ക് നൽകിയെന്ന് ഈശോയുടെ അനുസരണത്തെക്കുറിച്ച്, താഴ്മയെക്കുറിച്ച് വചനം പറയുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പാഠപുസ്തകമാണെന്നറിയാം. ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്ന് ഈശോയും പരിശുദ്ധ മാതാവൊക്കെ കൂടി നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. താഴ്മയോടെ ദൈവത്തിന് മുൻപിൽ, അവൻ്റെ മഹത്വത്തിന് മുൻപിൽ, ആ പരമ പരിശുദ്ധിയുടെ മുൻപിൽ, ആ മഹാ കാരുണ്യത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മളെ ജീവിതം മുഴുവനായി അർപ്പിച്ചുകൊണ്ടായിരിക്കുന്ന നിമിഷങ്ങളിൽ ഉറപ്പായിട്ടും അനുഗ്രഹം കിട്ടിയിരിക്കും. നമ്മൾ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോകുന്നത് ആ ചുങ്കക്കാരന് കിട്ടിയതുപോലുള്ള സ്വർഗീയ അനുഗ്രഹങ്ങളുമായിട്ടായിരിക്കും. കർത്താവെ, അങ്ങയെ സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞവനോട് കർത്താവ് പറയും, ഇസ്രായേലിൽ പോലും ഞാനിങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല. കോംപ്ലിമെൻ്റാണ് ഒരു മനുഷ്യന് ഇങ്ങനെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു കോംപ്ലിമെൻ്റ്. ഇസ്രായേലിൽ ഒരാൾക്ക് പോലും കിട്ടാത്തൊരു കോംപ്ലിമെൻ്റ്. വിജാതീയനായ ഒരു മനുഷ്യൻ ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ താഴ്മയോടുകൂടെ കർത്താവിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട്, അവൻ്റെ കരുണയിലേക്കും കരുതലിലേക്കും എന്നെ ചേർത്ത് വെച്ചുകൊണ്ട്, കർത്താവെ, നിന്നിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലാത്തവനാണേ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് തമ്പുരാന്റെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്മേൽ. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ ഉണർന്നെഴുന്നേൽക്കുമോ എന്ന് ഉറപ്പില്ലാത്തൊരു സമയത്തെങ്കിലും നമുക്ക് അവൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് താഴ്മയോടുകൂടെ സമർപ്പിച്ചൂടെ? തമ്പുരാനെ, ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ കുറവുകളോടും കൂടെ, ഞങ്ങളുടെ എല്ലാ ഇടർച്ചകളോടും കൂടെ, അങ്ങയുടെ തിരുമുൻപിൽ ജീവിച്ചിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണ് ഞങ്ങളെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ശാന്തമായി നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. സങ്കീർത്തകൻ്റെ ഈ ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുഴുവനായി വലിയ എളിമയോടുകൂടെ, വലിയ താഴ്മയോടുകൂടെ അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ച് കിടക്കകളിലേക്ക് പോകാം. ശാന്തമായ ഉറക്കത്തിലേക്ക് പോവാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.